Hi, Namaste, welcome back to my channel Vinchidam. ഇന്നത്തെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അതേപോലെ സെൻസെക്സിൻ്റെയും മോർണിംഗ് മൊമെൻ്റ് ആണ്. ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ അപ് ട്രെൻഡ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കയറി സ്ട്രോങ് ബ്രേക്കാണ് അവിടെ കറക്റ്റായിട്ട് സോഫ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സോഫ്റ്റിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഫേക്ക് ട്രേഡ് അവോയ്ഡ് ചെയ്യാം. കറക്റ്റ് ട്രേഡ് എവിടെ നിന്നാണ് എടുക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ളതാണ് ലേറ്റസ്റ്റ് വേർഷൻ്റെ 8.1 സ്ട്രാറ്റജി. അപ്പോൾ ഇന്നത്തെ സെൻസെക്സിൻ്റെ അതേപോലെ എല്ലാ ബാങ്ക് നിഫ്റ്റിയുടെയും മൊമെൻ്റ് നോക്കി അറിയാം. മോർണിംഗിൽ നല്ല രീതിയിൽ മാർക്കറ്റ് അടിച്ചു കയറി. ഫസ്റ്റ് സെൻസെക്സിനെ കാണിച്ചില്ല. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് സിഗ്നൽ ഫസ്റ്റ് 5 മിനിറ്റ്സിൽ മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം ബൈ ഇൻഡിക്കേഷൻ മോർണിംഗിൽ സോഫ്റ്റ് തന്നു. ഗ്രീൻ കളർ അപ്പാരും മോർണിംഗിൽ സിഗ്നൽ വന്നപ്പോഴേ കിട്ടിയായിരുന്നു. പക്ഷേ ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്ത് റെസിസ്റ്റൻസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് കയറിപ്പോയി. നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ ധൈര്യമായിട്ട് അവിടുന്ന് എടുക്കാമായിരുന്നു. മാർക്കറ്റ് 3 ടാർഗറ്റ് ഹിറ്റിന് ശേഷം ഇപ്പോഴും മാർക്കറ്റ് 2 ടാർഗറ്റ് ഹിറ്റിന് ശേഷം മാർക്കറ്റ് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റിട്രേസ്മെൻറ്റ് നടക്കുകയാണ്. എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഈ 2ാമത്തെ ടാർഗറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ എക്സിറ്റ് ചെയ്യാം. പക്ഷേ തിരിച്ച് മാർക്കറ്റ് ഇപ്പോഴും ഒരു സെൽ സൈഡിലേക്കല്ല തിരിച്ച് കയറാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ എക്സിറ്റ് ലെവൽ വേണമെങ്കിൽ ഈ സൈഡിൽ മിനിറ്റ് വെച്ചിട്ട് ബിയറിഷിലേക്ക് നടക്കുന്നത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ട്രേഡ് എക്സിറ്റ് ചെയ്ത് പോകാം. 2 ടാർഗറ്റ് 252 പോയിന്റ്സ് നമുക്ക് പ്രോഫിറ്റിൽ നിൽപ്പുണ്ട്. അപ്പോൾ തിരിച്ച് മാർക്കറ്റ് ഇനി കയറാൻ ചാൻസ് തന്നെ ഇവിടെ പറയുന്നുണ്ട്. കാരണം ഒരു ഡൗൺ സൈഡ് സ്ട്രോങ് അല്ല. കാരണം തിരിച്ചൊരു സൈഡ്വേസ് ആണ് കാണിക്കുന്നത്. താഴെ ഗ്രീൻ ഹൈസിക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. അഥവാ അടുത്ത ട്രേഡ് പോവുകയാണെങ്കിൽ ഇതുവരെ ടാർഗറ്റ് സിഗ്നൽ എടുക്കാത്തവർക്ക് റെസിസ്റ്റൻസിനെ പിന്നെ ബ്രേക്ക് ചെയ്യുമ്പോൾ റീ എൻട്രി തരും. അല്ലെങ്കിൽ നമുക്ക് അവിടെ എടുക്കാം. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് സ്ട്രോങ് അല്ല. സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ബ്രേക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ കൂടുതൽ ടാർഗറ്റിലേക്ക് ഹോൾഡ് ചെയ്ത് ധൈര്യമായിട്ട് വെക്കാനും പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന സ്ട്രാറ്റജിയാണ് നമ്മുടെ സോഫ്റ്റ് ലേറ്റസ്റ്റ് വേർഷന്. അതേപോലെ നിഫ്റ്റിയുടെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെയും ഇന്ന് അതേപോലെ തന്നെയായിരുന്നു. മോർണിംഗിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അടിച്ച് കയറി ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇപ്പോൾ റിട്രേസ്മെൻറ്റിന് തിരിച്ച് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ട്രേഡ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടിൽ കിട്ടും. ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറുകയാണെങ്കിൽ അടുത്ത റീ എൻട്രി വരും. അവിടെ നമുക്ക് അടുത്ത ട്രേഡ് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ആക്ച്വലി ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയുടെ മോർണിംഗിൽ നല്ല രീതിയിൽ അടിച്ചു കയറി. മോർണിംഗിൽ സ്കാൽപ്പിങ്ങിൽ അതായത് മിനിറ്റ് വെച്ച് എടുക്കുന്നവർക്ക് നമുക്ക് വ്യക്തമായി ട്രേഡ് കിട്ടും. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ട്രേഡ് കിട്ടുന്നതാണ്. പക്ഷെ അത്രയും തന്നെ റിവേഴ്സ് ആകാൻ സാധ്യത കൂടുതൽ. ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അടിച്ചു കയറി മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം റിട്രേസ്മെന്റ് തിരിച്ച് ഇവിടുന്ന് മാർക്കറ്റ് കയറി പോയിട്ടുണ്ട്. 9:30 കറക്റ്റ് ഷാർപ്പ് ആയപ്പോഴത്തേക്ക് അവിടുന്ന് സ്ട്രോങ് ബ്രേക്ക് കാണിച്ച് കയറി പോവുകയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ട്രേഡ് മിസ് അവർക്ക് അടുത്ത ട്രേഡ് ഇവിടെ പിക്ക് ചെയ്യാനായിട്ട് സോഫ്റ്റ് അവിടെ അവസരം തന്നിട്ടുണ്ട്. അവിടെ നല്ല രീതിയിൽ മാർക്കറ്റ് കയറിപ്പോയി. ഒരു അപ്രോക്സിമേറ്റ് ഒരു 20 മിനിറ്റുള്ളിൽ തന്നെ നമുക്ക് റിട്ടേൺ കിട്ടുകയും ചെയ്തു. 9:30 ആയപ്പോൾ കറക്റ്റ് ആ റിട്രേസ്മെന്റ് തിരിച്ച് ബ്രേക്ക് അടിച്ച് മാർക്കറ്റ് കയറുകയായിരുന്നു. അപ്പം ഗ്യാപ്പിൽ ഓപ്പൺ തിരിച്ച് ആ പുൾ ബാക്ക് അവിടെ കറക്റ്റായിട്ട് സോഫ്റ്റ് കാണിച്ചിട്ടുണ്ട് താനും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും മാർക്കറ്റ് രണ്ടാമത് ചെറിയൊരു റിട്രേസ്മെന്റ് തിരിച്ച് പിന്നെയും മാർക്കറ്റ് കയറിപ്പോയി. ഒരു 10:30 ശേഷം അവിടുന്ന് റിട്ടേൺ വന്നിട്ടുണ്ട്. അപ്പോൾ മിനിറ്റ് വൈസിൽ ആദ്യത്തെ ട്രേഡ് 9:30 ആയപ്പോൾ കിട്ടി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത 2ാമത്തെ ട്രേഡ് നമുക്ക് 10:30 ആയപ്പോൾ കിട്ടി. അപ്പം നമുക്ക് നല്ല റിട്ടേൺ. അതിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റ് ഒരു ചെറിയൊരു പുൾ ബാക്ക് ആയിരുന്നു. അതിൻ്റെ റിട്രേസ്മെന്റിന് ശേഷം പിന്നെയും തിരിച്ച് കയറിപ്പോയി. അപ്പം നല്ല റിട്ടേൺസ് ഉണ്ട്. ഇപ്പോൾ 1 മിനിറ്റ് നടക്കുന്ന ഒരു ഡൗൺ ആണ്. ചെറിയ ഡൗൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു ഡൗൺ സ്ട്രോങ് അല്ല. 5 മിനിറ്റ്സിൽ അവിടെ നമുക്ക് സ്ട്രോങ് ഡൗൺ കാണിക്കാൻ സ്ഥിതിക്ക് തിരിച്ച് കയറാൻ അവിടെ സാധ്യത ഇപ്പോഴും നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പം നല്ല കറക്റ്റായിട്ട് സോഫ്റ്റ് അവിടെ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ മോർണിംഗ് 1 മിനിറ്റ് നമുക്ക് സ്കാൽപ്പിംഗ് ആണ്. മോർണിംഗ് ടൈമിൽ പെട്ടെന്ന് എൻട്രി എടുക്കാനായിട്ട് സഹായിക്കും. പക്ഷേ അത് പ്രത്യേകിച്ച് ഗ്യാപ്പിൽ ഓപ്പൺ ആവുന്ന മാർക്കറ്റുകളിലൊക്കെ എവിടുന്നാണ് റിട്രേസ്മെന്റ് പോയത്, എവിടുന്ന് അടുത്ത ട്രേഡ് എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പം ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സ്ട്രാറ്റജി എങ്ങനെ ലൈവിൽ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും.